നമസ്കാരം. കേരളത്തിലെ മാറി മാറി വരുന്ന മുന്നണി ഭരണങ്ങളിൽ അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു മഹാഭൂരിപക്ഷമുണ്ട്. സാമൂഹ്യനീതിയും സമത്വവും നിഷേധിക്കപ്പെട്ട അത്തരം ജീവിതങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണിത്. ഇത് കാസർഗോഡ് ജില്ലയുടെ കാഴ്ചകളാണ്. ഈ കാഴ്ചകൾക്കൊടുവിൽ നീതി നിഷേധങ്ങളെ വിലയിരുത്തേണ്ടതും നമ്മളാണ്. കോട്ടകളുടെയും പുഴകളുടെയും നാടാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് കിടക്കുന്ന കാസർഗോഡ് ജില്ല. സംഘകാലത്ത് കാസർഗോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പൂഴിനാടിൻ്റെ ഭാഗമായിരുന്നുവെന്നാണ് രേഖകൾ പറയുന്നത്. കേരളത്തിലേക്ക് ആദ്യമായി ആര്യസംസ്കാരം സംക്രമിച്ചതും കാസർഗോഡിൻ്റെ വിവിധ ഭാഗങ്ങളിലാണെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. 12ഓളം പുഴകൾ ഐശ്വര്യസമൃദ്ധമാക്കുന്ന കാസർഗോഡ് ജില്ല ആരാധനാലയങ്ങളുടെ കാര്യത്തിലെന്ന പോലെ ഭാഷയുടെ കാര്യത്തിലും വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ഓരോ കർഷകനും നേരിടുന്ന പ്രതിസന്ധിയുടെ തുടർച്ചയാണ് ഈ മണ്ണിലും നമുക്ക് കാണാൻ സാധിക്കുക. കൃഷിയെന്ന പോലെ തന്നെ കാസർഗോഡിൻ്റെ പെരുമയായിരുന്ന ബീഡി തെറുപ്പും ഇവിടെ ഘട്ടം ഘട്ടമായി അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധ്വാനത്തിനനുസൃതമായ കൂലിയില്ലാത്തതിനാൽ പുതുതായി ആരും ഈ മേഖലയിലേക്ക് ഇപ്പോൾ കടന്നുവരുന്നുമില്ല. ഒരു കാലത്ത് ചരിത്രത്തിൻ്റെ പശ്ചാത്തല ഭംഗിയോടെ തല ഉയർത്തി നിന്നിരുന്ന കാസർഗോഡ് ജില്ല ഇന്നറിയപ്പെടുന്നത് എൻഡോസൾഫാൻ ദുരന്തത്തിൻ്റെ മേൽവിലാസത്തിലാണ്. കാസർഗോഡിൻ്റെ മണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ വിഷമയമാക്കി തീർത്ത എൻഡോസൾഫാൻ മുറിവുകൾ തേടിയൊരു യാത്രയാണിത്. നരകതുല്യമായ ജീവിതം പേറുന്ന കുറേ മനുഷ്യർ ഈ യാത്രയിൽ നമ്മുടെ ജനാധിപത്യ ബോധത്തെ ചോദ്യം ചെയ്യും. ദൈവങ്ങളുടെ നാടെന്ന് വിളിപ്പേരുള്ള കാസർഗോഡിൻ്റെ മണ്ണിൽ തന്നെയാണ് ഇവരും ജീവിക്കുന്നതെന്ന യാഥാർത്ഥ്യം നമ്മുടെ അധികാരികൾ മാത്രമെന്താണ് മറന്നുപോകുന്നത്? എൻഡോസൾഫാൻ ദുരന്തത്തിൻ്റെ തെളിവുകളിൽ ഒന്നാണ് മൂളിയാർ പഞ്ചായത്തിൽ കുട്ടിയാനത്ത് ജീവിക്കുന്ന എം.എ. നാരായണൻ എന്ന ഈ മനുഷ്യൻ. എൻഡോസൾഫാൻ മാരകമായി ഉപയോഗപ്പെടുത്തിയിരുന്ന 3 പ്ലാന്റേഷനുകൾക്ക് നടുവിലുള്ള ജീവിതമാണ് ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന നാരായണനെ എൻഡോസൾഫാന്റെ ഇരയാക്കി മാറ്റിയത്. ഭാര്യയുടെയും മകന്റെയും പരിചരണത്തിൽ ജീവിക്കുന്ന നാരായണന്റെ പേര് ഇതുവരെയും എൻഡോസൾഫാൻ ദുരന്തത്തിന് ഇരയായവരുടെ സർക്കാർ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടില്ല. ഹോട്ടൽ പണിക്ക് പോകുന്ന മകന്റെ വരുമാനത്തിന്റെ താങ്ങിലാണ് നാരായണന്റെ ചികിത്സകൾ ഇപ്പോഴും മുന്നോട്ടു പോകുന്നത്. ഒരു മാസം 5000ഓളം രൂപ ചികിത്സാ ചെലവ് വരുന്ന നാരായണനു വേണ്ടി മകനു പുറമെ ഭാര്യയും കൂലിപ്പണിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ശരീരം പൂർണ്ണമായും തളർന്ന് എപ്പോൾ വേണമെങ്കിലും വീണുപോയേക്കാവുന്ന നാരായണൻ ഇപ്പോഴും ചിന്തിക്കുന്നത് വളരെ വ്യത്യസ്തനായിട്ടാണ്. ആകുലതകളെല്ലാം മറന്ന് മരണാനന്തരം തൻ്റെ ശരീരവും മറ്റ് അവയവങ്ങളും ദാനം ചെയ്യാനുള്ള സമ്മതപത്രവും ഒപ്പിട്ട് വിധിയുടെ മറ്റൊരു വിളയാട്ടത്തിനു വേണ്ടി കാത്തിരിക്കുകയാണോ ഈ മനുഷ്യസ്നേഹി? എൻ്റെ അവയവങ്ങളൊക്കെ മരണശേഷം ദാനം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പത്ര റിപ്പോർട്ട് കണ്ടിട്ട് ഉദുമ MLA കുഞ്ഞിരാമൻ ഇവിടെ വന്നിരുന്നു. സഹായമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു 5000 രൂപ സഹായം ചെയ്തിരുന്നു. അതിനുശേഷം ഒരു 2 വർഷമായിട്ട് ചികിത്സ ചെലവിനുണ്ട്. ഇപ്പോൾ ആയുർവേദം മരുന്നെടുക്കുന്നുണ്ട്. അതിനൊരു മാസത്തിൽ 5000-6000 രൂപയോളം വേണം. പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എൻഡോസൾഫാൻ ബാധിതരുടെ ലിസ്റ്റിൽ നിന്നും പുറത്തുപോയ മറ്റൊരു ജീവിതത്തിന്റെ കഥയാണ് നാരായണന്റെ സുഹൃത്തു കൂടിയായ ദാമോദരൻ നായർക്ക് പറയാനുള്ളത്. 18 കൊല്ലമായി തുടരുന്ന ജീവിത ദുരിതത്തിന് പൂർണ്ണമായും കീഴ്പ്പെട്ടതുപോലെയാണ് ദാമോദരൻ നായർ ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത്. സർക്കാരിന്റെ എൻഡോസൾഫാൻ ലിസ്റ്റിൽ വന്ന പേര് എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നറിയാതെ സഹായങ്ങൾക്കു വേണ്ടി പ്രതീക്ഷകളോടെ കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ഞാൻ ഈ അനുഭവം അനുഭവിക്കുന്ന 10-18 വർഷമായി. എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്തത് 18 വർഷമായതുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരന്തം ഇത്രയും സഹിച്ചു നിൽക്കുന്നത്. എൻഡോസൾഫാൻ്റെ വേണ്ടിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് കുറേ ചോദിച്ചത് ഞങ്ങൾ എല്ലാം പറയുകയും ചെയ്തിന്. ഉണ്ടെന്നും പറഞ്ഞു, പിന്നെ ലാസ്റ്റ് തള്ളിയെന്നും പറഞ്ഞു. പിന്നെ നമുക്ക് ആ വർഷം കുറേ ചിലവായി. ഒരു 8 ലക്ഷം റുപ്യ നമുക്ക് ചിലവായി. മണിപ്പാലുണ്ടായി കുറേ, പിന്നെ പട്ടാമ്പിയിലുണ്ടായി. നമുക്കൊരു പാങ്ങൊന്നും ആയിട്ടുമില്ല. പിന്നെ ഒരു എൻഡോസൾഫാൻ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയെല്ലാം പാഞ്ഞു പോയത്. അതിന് കുറേ പൈസ നമുക്ക് ചിലവായി. റിക്ഷാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാക്കി. കാസർഗോഡ് പോകണമെന്ന് പറയുമ്പോൾ അവിടെ പോയി, മുള്ളേരി പോകണമെന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് ഒരു ഇതുവരെയായിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടിയില്ലെങ്കിൽ മുതൽ നമ്മൾ അങ്ങനെ പോയതുകൊണ്ട് നമുക്ക് വല്ല വിഷമമുണ്ടില്ല. ഒഴിവാക്കിയത് നമ്മളോട് പറഞ്ഞിട്ടില്ല. അവരോട് നമ്മൾ പറയുന്നതല്ലാതെ അവർ നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എങ്ങനെ അത് ഒഴിവാക്കിയെന്നല്ല നമുക്കറിയില്ല. നമ്മൾ ഉണ്ടെന്നില്ല സന്തോഷത്തിലാണ് നമ്മൾ പോകുന്നത്. ഈ വർഷം ഇല്ലെങ്കിൽ അടുത്തേനെ അവളെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷ ഉണ്ടായിന്, അതുമില്ല. അനർഹരായവർ രാഷ്ട്രീയ സ്വാധീനത്തോടെ എൻഡോസൾഫാൻ ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചപ്പോഴാണ് വലിയ സ്വാധീനങ്ങളില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ ചികിത്സാ ചിലവുകൾക്കും മറ്റുമായി ഭരണാധികാരികളുടെ കാരുണ്യത്തിനായി കാത്തുനിൽക്കുന്നത്.
ഭർത്താവും മകനും എൻഡോസൾഫാന്റെ ഇരകളായി ജീവിക്കുന്നത് വേദനയോടെ കണ്ടുനിൽക്കേണ്ടി വരുന്ന ബാലാമണി എന്ന ഈ സ്ത്രീയുടെ ജീവിതം നമ്മളെ സങ്കടപ്പെടുത്തുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ്. കൂലിപ്പണിക്കാരനായ ബാലകൃഷ്ണൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കുടിസുമുറിയുടെ തടവിലാണ്. ബാലകൃഷ്ണന്റെ വീട്ടുമുറ്റത്തു നിന്നും നോക്കിയാൽ ഹെലികോപ്റ്ററിൽ എൻഡോസൾഫാൻ വിഷം ചീറ്റിയ മൂളിയാർ പ്ലാന്റേഷന്റെ വിദൂര ദൃശ്യം കാണാം. എൻഡോസൾഫാൻ തകർത്തുകളഞ്ഞ ജീവിതവുമായി വിധിയോട് സമരസപ്പെട്ട ബാലകൃഷ്ണന്റെ വേദന 15 വയസ്സുകാരനായ മകൻ വിഷ്ണുവിനെ കുറിച്ചാണ്. പോകാൻ പറ്റില്ല, അങ്ങനെ അതുപോലെ തന്നെ അവരുണ്ട്. നേരെ വരുവാനില്ല, അങ്ങനെ ഇതായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതിനുള്ള വേറെ അനുകൂലമൊന്നുമില്ല. അതുകൊണ്ട് ഇതുപോലെ ഇപ്പോൾ വാലിക്ക് പോകാൻ പറ്റുന്നില്ല, കൂടി പണിയെടുക്കുക ജീവിക്കുന്ന അനുകൂലമാണ്. ഇല്ല, അങ്ങനെയില്ല, ഇത്ര വരുമാനമൊന്നുമില്ല. ഇതേ കഷ്ടത്തിലാണ്. എന്നെ ചിലപ്പം 5-6 കൊല്ലമായി വരുമാനം കാര്യമില്ല. പരസഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിവില്ലാത്ത ഭർത്താവിനും മകനുമിടയിൽ അന്നന്നത്തെ അന്നത്തിനായി പെടാപ്പാടുപെടുകയാണ് 50 വയസ്സുകാരിയായ ഈ സ്ത്രീ. വിഷ്ണുവിന് സർക്കാർ സഹായം ലഭിച്ചപ്പോഴും ബാലകൃഷ്ണന് പറയത്തക്ക സഹായമൊന്നും ഇതുവരെ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. രണ്ടുപേരുടെയും ചികിത്സയ്ക്കായി നല്ലൊരു തുക മാസാമാസം വേണ്ടിവരുമ്പോൾ സർക്കാരിൽ അല്ലാതെ മറ്റാരിൽ ഈ പാവം സ്ത്രീക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കും? ഭർത്താവിനെങ്കിലും സുഖമില്ലാതെ 6 വർഷമായി. എൻഡോസൾഫാൻ ബാധിയായ കുട്ടിയാണ്. രണ്ടുപേരും സുഖമില്ലാതെ കിടക്കുകയായതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാനും പറ്റുന്നില്ല. പിന്നെ വേറൊരു മാർഗവുമില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ മാസത്തിൽ 2000 രൂപയും പിന്നെ പെൻഷൻ കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. അതിനാണെങ്കിൽ മരുന്നിന് കുറേ ചിലവുണ്ട്. ഒരു കിണർ വെള്ളമില്ല, വീടില്ല. ഞങ്ങൾക്കാണെങ്കിൽ വലിയ പ്രയാസമാണ് ജീവിക്കാൻ. ക്യാമറ കണ്ണുകളെ ഭയന്ന് ഓടിയൊളിച്ച സുജിത്തിൻ്റെയും മണികണ്ഠൻ്റെയും വീടാണിത്. എൻഡോസൾഫാൻ ദുരന്തത്തിന് ശേഷം നിരവധി ആളുകൾ ഇവരെ തേടി ഈ വീടിൻ്റെ ഉമ്മറത്ത് വന്നിട്ടുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടപ്പെടാത്ത ഇവരുടെ ശരീരം മാത്രമല്ല, മനസ്സും എൻഡോസൾഫാൻ ദുരന്തം തകർത്തു കളഞ്ഞിരിക്കുകയാണ്. എൻഡോസൾഫാൻ ദുരന്തത്തിൻ്റെ അടയാളമെന്നോണം മാധ്യമങ്ങളിൽ നിറഞ്ഞ സുജിത്ത് ഇപ്പോഴും സ്വന്തം ദുരന്തത്തിൽ നിന്ന് മോചിതനായിട്ടില്ല. പഠനകാലത്ത് ഹിന്ദി പാഠപുസ്തകത്തിൽ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട് തൻ്റെ ചിത്രം അച്ചടിച്ചു വന്നത് കണ്ടപ്പോഴാണ് സുജിത്ത് തൻ്റെ സ്കൂൾ ജീവിതം തന്നെ അവസാനിപ്പിച്ചത്. എൻഡോസൾഫാൻ ഇരകളായി ചിത്രങ്ങളിൽ സ്ഥാനം പിടിച്ചെങ്കിലും എൻഡോസൾഫാൻ ബാധിതരുടെ സർക്കാർ ലിസ്റ്റിൽ ഈ സഹോദരന്മാരുടെ പേര് വന്നില്ല എന്നത് നമ്മളെ ഞെട്ടിച്ചു കളയും. എൻഡോസൾഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ഭീതി വ്യാപിച്ച ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മുളിയാർ പഞ്ചായത്താണ്. ആ മുളിയാർ പഞ്ചായത്തിൻ്റെ ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഏറ്റവും കൂടുതൽ, അതായത് നമ്മൾ ഈ സുജിത്തിനും മണികണ്ഠനും പോലുള്ള ഇന്നും ഒരു നിർജ്ജീവമായിട്ട് കിടക്കുന്ന ഒരു കാഴ്ച വസ്തുണ്ട്. നമുക്ക് പേര് പറയുന്നത് രമേശ് എന്ന് പറഞ്ഞിട്ട് ആ ആൾക്കാർ ഉൾപ്പെടുത്തിയ ഒരു ലിസ്റ്റാണ് ആദ്യം ഉണ്ടായത്. പക്ഷേ ഇന്ന് മുളിയാർ പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇതുപോലുള്ള പാവപ്പെട്ട ഈ രോഗികളെ പുറത്താക്കിക്കൊണ്ട് ബാക്കിയുള്ള, അതായത് രാഷ്ട്രീയ സ്വാധീനം ഉള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എൻഡോസൾഫാൻ്റെ ഒരു ലിസ്റ്റാണ് മുളിയാർ പഞ്ചായത്തിനെ കുറിച്ച് ആദ്യമായിട്ടുണ്ടായത്. ഇന്ന് ഏറ്റവും കൂടുതൽ അറിയാം. കാരണം ഏറ്റവും കൂടുതൽ ഭരണത്തിൽ ഭരിക്കുന്ന ജനങ്ങളെ അവരുടെ സ്വന്തം ബന്ധുക്കൾക്ക് ആനുകൂല്യം വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് പാവപ്പെട്ട രോഗികളെ ഇന്നിപ്പോൾ നിർജ്ജീവമായിട്ടുള്ള, ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞ പോലെ നമ്മളെ രമേശിനെയും സുജിത്തിനെയും പോലെ ആൾക്കാരെ തള്ളിക്കൊണ്ടുള്ള ഒരു എൻഡോസൾഫാൻ ലിസ്റ്റാണ് ഇന്ന് നമ്മളെ മുളിയാർ പഞ്ചായത്തിലുള്ളത്. വെയിൽ കൊണ്ടാൽ അസ്വസ്ഥമാകുന്ന ശരീരവും മനസ്സുമുള്ള തൻ്റെ മക്കൾക്ക് സർക്കാർ സഹായത്തിൽ ഒരു സ്ഥിരം ജോലിയാണ് ഈ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം. മറ്റുള്ളവർക്ക് മുൻപിൽ സഹതാപ കാഴ്ചയായി മാറുന്നു എന്ന ചിന്തയാണ് സുജിത്തിനെ പോലെയുള്ള നിരവധി എൻഡോസൾഫാൻ ദുരിതബാധിതരെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നും മാറ്റി നിർത്തുന്ന പ്രധാന കാരണം. വയസ്സായ മറ്റൊരു അമ്മയുടെ തണലിൽ ജീവിതം തള്ളി നീക്കുന്ന കഥയാണ് 36 വയസ്സുകാരനായ രമേശന് പറയാനുള്ളത്. തേപ്പ് പണിക്കാരനായിരുന്ന രമേശൻ കഴിഞ്ഞ 6 കൊല്ലമായി എൻഡോസൾഫാൻ ദുരിതങ്ങളോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ തേപ്പിൻ്റെ പണിയെടുത്തോണ്ടായി മുമ്പ്. ഞാൻ 2009 പണി മതിയായിട്ട് വരുമ്പോൾ തളർച്ചയായിട്ട് വീണയാണ്. തളർച്ചയായിട്ട് വീണിട്ടുമ്പോൾ ഞാൻ എൻഡോസൾഫാൻ ലിസ്റ്റിൽ പെട്ടു. ലിസ്റ്റിൽ പെട്ടിട്ട് എനിക്ക് മനസ്സാകാശ കമ്മീഷൻ ശുപാർശ ചെയ്ത 1.5 ലക്ഷം റുപ്യ പഞ്ചായത്തിൽ വന്നിരുന്നു.
ആ പണം ഇതുവരെയായിട്ട് എനിക്ക് എൻ്റെ കൈക്ക് കിട്ടിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞതാണ് 1.5 ലക്ഷം രൂപ എൻ്റെ വീട്ടിലേക്ക് ഞാൻ എത്തിക്കും, എനിക്ക് നടക്കാൻ പറ്റാത്ത വ്യക്തിയാണല്ലോ എന്ന്. എന്നിട്ട് ആ സാമ്പത്തിക സഹായം എനിക്ക് കിട്ടാതിരിക്കുമ്പോൾ ഞാൻ ലീസ്റ്റിന് ആവശ്യപ്പെട്ടു. ലീസ്റ്റിന് ആവശ്യപ്പെട്ടുമ്പോൾ എനിക്ക് അധികൃതർ ഭീഷണിയായി. കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ലിസ്റ്റിൽ നിന്ന് പുറന്തള്ളുന്നുള്ള ഭീഷണിയുണ്ട്. നരകതുല്യമായ ജീവിതമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഇതുവരെയായിട്ട് ഏതൊരു സാമ്പത്തിക സഹായം എനിക്ക് ലഭിച്ചിട്ടില്ല. അമ്മ വീട്ടിൽ ജോലി ചെയ്തിട്ടാണ് കുടുംബം പുലരുന്നത്. ലിസ്റ്റിൽ പേര് വന്നപ്പോൾ സർക്കാർ സഹായം ലഭിക്കുമെന്നുറപ്പിച്ച രമേശന് ഇപ്പോൾ അധികാരം കൈയാളുന്നവരോടൊന്നും വലിയ താല്പര്യമില്ല. തനിക്ക് പാസ്സായി വന്നെന്ന് പറയുന്ന 1.5 ലക്ഷം രൂപ എവിടെ പോയെന്ന രമേശന്റെ ചോദ്യത്തിന് 4 വർഷമായിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ മറുപടിയും ലഭിച്ചിട്ടില്ല. അതുതന്നെയാണ് രമേശൻ ഉൾപ്പെടെയുള്ള വലിയ കുടുംബത്തെ കൂലിപ്പണിയെടുത്തു പോറ്റുന്ന വൃദ്ധയായ ഈ അമ്മയെ തളർത്തുന്നത്. അതന്നെ, ഞാനിപ്പോൾ 2 മക്കളെ ഞാൻ ഇങ്ങനെ വീട്ടു ജോലിക്ക് പോയിട്ട് പോറ്റുന്നത്. കൂലി ജോലിക്ക് പോകാൻ എന്നോട് പറ്റുന്നില്ല. എൻ്റെ മോക്ക് സുഖമില്ലാതെ 2 കൊല്ലമായി. അതിന് മരുന്നെടുക്കുന്നുണ്ട്. ഓനിപ്പോൾ ഈ 2,000 രൂപ ഓന് മാസത്തിൽ കിട്ടുന്നു. അത് ഓന് എന്തായിട്ട് മരുന്നിന് അത് എന്തിനെങ്കിലും ചായ കഴുത പറഞ്ഞിട്ട് ഒന്നാന്ന്. പിന്നെ ഞാൻ ഇങ്ങനെ ജോലി എടുത്തിട്ട് എൻ്റെ ഒരു മോളെ പഠിപ്പിച്ച്, പിന്നെ ഒരു മോളെ സുഖമില്ലാതെ തന്നെ ഇവരെ 2 ഞാൻ പോറ്റുന്നുണ്ട്. ഓരോ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കുടുംബവും ഭയക്കുന്നത് വരും കാലത്തെയാണ്. തുണയില്ലാതെ ഇവരെങ്ങനെ ഈ ദുരന്ത ജീവിതം ജീവിച്ചു തീർക്കുമെന്നതാണ് അവരുടെ ഭയം. എൻഡോസൾഫാൻ ദുരന്തം സ്വപ്നങ്ങളെല്ലാം കരിച്ചുകളഞ്ഞ സെക്കീനയുടെ കുടുംബത്തെ ഭരിക്കുന്നതും ഈ ഭയം തന്നെയാണ്. വാടക വീട്ടിലെ ചെറിയ മുറിയിൽ വേദനയുടെ ലോകം മാത്രമറിഞ്ഞാണ് സെക്കീന ഇപ്പോൾ ജീവിക്കുന്നത്. രോഗങ്ങളുടെ തളർച്ചയിൽ കഴിയുന്ന ഈ അമ്മ ഒരു കുട്ടിയെ പരിചരിക്കുന്ന കരുതലോടെയാണ് 32 വയസ്സുകാരിയായ തൻ്റെ മകളെ ഇപ്പോഴും പരിചരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് സെക്കീനയുടെ ബാപ്പ മരിച്ചതോടെയാണ് ഭാവിയിലേക്കുള്ള ഇവരുടെ വഴിയിൽ ഇരുൾ നിറഞ്ഞത്. ഇത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളാണ്. ജ്യേഷ്ഠന് സുഖമില്ലാണ്ട് ഇപ്പോൾ ഒരു 4 മാസമായി മരിച്ചിട്ട്. ക്യാൻസറും ഇങ്ങനെ പെട്ടെന്ന് മരിച്ച്. ഇത് എൻഡോസൾഫാൻ ഇങ്ങനെ കുടിച്ചിട്ട് ഇപ്പോൾ കുറേ ആയി ഈ കോലത്തിൽ കിടക്കുന്നത്. ഇവർക്ക് ജീവിക്കാനുള്ളൊരു ഇതുമില്ല ഭാഗ്യം. പിന്നെ ഈ കുട്ടി ഇപ്പോൾ ഈ കോലത്തിൽ ഇപ്പോൾ ഒരു 10-15 കൊല്ലം ഇതേ കിടത്തത്തിലായി, ഇതേ രൂപത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. ഇതിനെ ഒരു കുട്ടീനെ എടുത്തു കൊണ്ടുപോകും പോലെ കൊണ്ടുപോയിട്ട് ബാത്റൂമിലേക്ക് ഇതാക്കുന്നതും പിടിക്കുന്നതും ഇങ്ങനെ. ഉമ്മാക്കും സുഖമില്ല. ഉമ്മാവ് ഇങ്ങനെ വീണിട്ട് നടുവിന് ഇതായിട്ട് ഇപ്പോൾ കിടത്തത്തിൽ തന്നെ. ഈ കുട്ടീനെ ഇങ്ങനെ പൊന്തിച്ചിട്ട് 10-30-32 കൊല്ലമായി ഇപ്പോൾ ഇതേമാതിരി ഉമ്മ ഇതാക്കുന്നത്, പൊന്തിച്ച് കൊണ്ടത്. അപ്പോൾ എല്ല് തേഞ്ഞ് നിന്നാണ് ഡോക്ടർ പറഞ്ഞത്. 15 വർഷത്തിലേറെയായുള്ള കാത്തിരിപ്പിനൊടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സർക്കാർ സഹായം സെക്കീനയെ തേടി വന്നത്. എന്നിട്ടും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പെൻഷൻ സെക്കീനയ്ക്ക് ഇപ്പോഴും അന്യമാണ്. വികലാംഗ പെൻഷൻ എന്ന നിലയിൽ കിട്ടുന്ന 560 രൂപയാണ് ചികിത്സാ ചിലവുകൾക്ക് ലഭിക്കുന്ന ഏക സർക്കാർ സഹായം. കഴിഞ്ഞ 6 മാസമായി വികലാംഗ പെൻഷനും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വേദന സഹിക്കാനാകാതെ രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്കീനയുടെ കണ്ണുകളുടെ കാഴ്ചയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ വാടക വീട്ടിൽ എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ മുഴുവൻ വേദനയും പേറി അവൾ ജീവിക്കുന്നത് നമ്മുടെ അധികാരികൾ മാത്രമെന്തേ അറിയാതെ പോകുന്നു. എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ നിർണായകമായ കണ്ടെത്തലുകൾ ആദ്യമായി നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മൂളിയാർ പഞ്ചായത്തിലാണ്. പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഒരു മെഡിക്കൽ ക്യാമ്പിൽ നിന്നാണ് ജനങ്ങളെ വിചിത്ര രോഗികളാക്കുന്ന എൻഡോസൾഫാൻ എന്ന വിഷത്തിന്റെ ഭീകരത ലോകമറിയുന്നത്. ഇവിടെ ഏറ്റവും വലിയ സമരം എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ തടഞ്ഞുകൊണ്ടുള്ള സമരമാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ആദ്യത്തെ സമരമായിരിക്കും എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഹെലികോപ്റ്റർ തടഞ്ഞുകൊണ്ടുള്ള സമരമാണ് ഈ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അന്ന് ഞങ്ങൾ ക്ലബിൻ്റെ ഏകദേശം 45ഓളം പ്രവർത്തകന്മാർ അതിരാവിലെ പുലർച്ചെ 5:30 മണി 6 മണിക്കാണ് ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് ഞങ്ങളെ തടുക്കാൻ അന്നത്തെ പോലീസ് സംവിധാനം ഏകദേശം 400ഓളം പോലീസ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അവർ നിർബന്ധിച്ചു, അന്ന് ഹോം മിനിസ്റ്ററുടെ സെക്രട്ടറി വിളിച്ചു പറഞ്ഞ് നിർബന്ധമായും അവരെ സമരം പരാജയപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം അവർക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ലാത്തി വീശി ഓടിച്ച് ആ സമരത്തെ വിജയിപ്പിച്ചു. ആ സമയത്ത് പോലും ഹെലികോപ്റ്റർ പറന്നു വരുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകന്മാർ അതിൽ തൂങ്ങി പിടിച്ച്
അതിൽ നിന്ന് വീണ് ഒരുപാട് പരിക്ക് പറ്റിയ സംഭവങ്ങൾ ഞാൻ ഇന്നും ഞെട്ടലോടെയാണ് ഓർക്കുന്നത്. 1990 മുതൽ 2000 വരെ പ്ലാന്റേഷനിൽ തളിച്ച എൻഡോസൾഫാന്റെ അളവ് 30,422.5 ലിറ്ററാണ്. 1990 മുൻപുള്ള കണക്കുകൾ കൃത്യമായി വെളിപ്പെടുത്താൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. മനുഷ്യസ്നേഹികളായ ഒരു കൂട്ടം ആളുകൾ എൻഡോസൾഫാനെതിരെ പ്രതികരിച്ചപ്പോൾ ഭരണകൂടം എൻഡോസൾഫാൻ കുത്തകകൾക്ക് കൂട്ടുനിന്നത് കാലം വിസ്മരിക്കാത്ത സത്യമാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ലിസ്റ്റ് തയ്യാറാക്കിയതിലെ പാകപ്പിഴകളാണ് ഇന്ന് ദുരന്തത്തിന് ഇരയായവരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്ന ചില ആനുകൂല്യങ്ങൾ കിട്ടിയതല്ലാതെ ഏകദേശം കാസർഗോഡ് ജില്ലയിൽ 5500ഓളം എൻഡോസൾഫാൻ ദുരിതബാധിതർ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ 2000 ചില്ലാനം പേർക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളത്. ബാക്കി ഒരുപാട് ആളുകൾ പുറത്താണുള്ളത്. അവർക്ക് എന്താണ് എന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. പൂർണ്ണമായും റെമഡിയേഷൻ നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതുമാത്രമല്ല, ഈ ദുരന്തമുണ്ടാക്കിയ ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട എൻഡോസൾഫാൻ കമ്പനിയേക്കും അതുപോലെ തന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷനുമെതിരെയും ഒരു FIR ഉണ്ടാക്കണം, കേസ് എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. പക്ഷേ ഏത് കൊലയ്ക്കും ഒരു FIR ഉണ്ടാവാറുണ്ട്. എൻഡോസൾഫാൻ മൂലം ഉണ്ടായിട്ടുള്ള ഈ കൊലപാതകത്തിന് ഒരു FIR പോലും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളത് ഏറെ അത്ഭുതകരമായി തന്നെ തുടരുകയാണ്. അനർഹരെ രാഷ്ട്രീയ താൽപര്യങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ തള്ളിക്കയറ്റി ലിസ്റ്റ് അട്ടിമറിച്ചുവെന്ന ആരോപണം അന്വേഷണ വിധേയമാക്കാൻ പോലും സർക്കാർ മനസ്സു കാണിച്ചിട്ടില്ല. 5500ഓളം വരുന്ന ദുരിതബാധിതരിൽ 2300-നടുത്ത ആളുകൾക്കു മാത്രമാണ് ഇതുവരെ സർക്കാർ സഹായം ലഭിച്ചിട്ടുള്ളൂ. ഭൂരിപക്ഷം വരുന്നവർ രോഗത്തോടും ജീവിതത്തിനോടും പടവെട്ടി കാലം കഴിക്കുകയാണ്. മാറി മാറി വരുന്ന മുന്നണികളുടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ജനപക്ഷത്തു നിന്നും അകന്നുപോകുന്നതിൻ്റെ പ്രധാന തെളിവാണ് സഹായത്തിന് അർഹരായവരുടെ ഈ ദയനീയ ചിത്രങ്ങൾ. കൈവിരലിൽ എണ്ണിത്തീർക്കാവുന്നതിൽ കൂടുതൽ ആളുകൾ എൻഡോസൾഫാൻ നാശം വിതച്ച ഈ മണ്ണിൽ പ്രതികരിക്കാനാവാതെ തളർന്നിരിക്കുന്നുണ്ട്. അവഗണിക്കപ്പെടുന്ന ഈ മഹാഭൂരിപക്ഷത്തിന് അർഹമായ നീതി ലഭിക്കണമെങ്കിൽ നമ്മൾ തന്നെ മാറി ചിന്തിക്കേണ്ടി വരും. കണ്ടത് കാണാതെ പോകുന്നതും കേട്ടത് കേൾക്കാതെ പോകുന്നതുമായ ശൈലി തിരുത്തി തുല്യ സമത്വത്തിനും നീതിക്കും വേണ്ടി നമുക്ക് കൂട്ടായി പോരാടാം. കേരളത്തിൽ പുതിയ ചരിത്രം തുടങ്ങുകയായി. പരസ്പരം താങ്ങാകാനും തണലാകാനും നായാടി മുതൽ നമ്പൂതിരി വരെ കൈകോർക്കുന്ന സമത്വ മുന്നേറ്റ യാത്ര. നവകേരള നിർമ്മാണത്തിനായി നിങ്ങളും അണിചേരൂ ഞങ്ങളോടൊപ്പം.